അബ്ദുൽ മുത്തലിബ് കഅബയുടെ സമീപത്ത് കിടന്നുറങ്ങുകയാണ്. 300-ലധികം ബിംബങ്ങളാ കഅബയുടെ ചുറ്റുഭാഗത്തുണ്ട്. ആ കഅബയുടെ സമീപം കിടന്നുറങ്ങുമ്പോഴാണ് അബ്ദുൽ മുത്തലിബ് ഒരു സ്വപ്നം കാണുന്നത്. എന്താണ് ആ സ്വപ്നത്തിലുള്ളത്? അബ്ദുൽ മുത്തലിബേ യഹ്ഫിർ മദ്നൂനാ യഹ്ഫിർ ബർറാ യഹ്ഫിർ ത്വയ്യിബാ. അബ്ദുൽ മുത്തലിബേ, നിങ്ങൾ ത്വയ്യിബ എന്ന ജലം കുടിക്കണേ. അബ്ദുൽ മുത്തലിബ് ആകെ പരിഭ്രമിച്ചു പോയി. എന്ത് ജലം? എന്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്? അന്ന് സ്വപ്നം വിട്ട് എഴുന്നേറ്റ അബ്ദുൽ മുത്തലിബിനെ ഉറക്കം വന്നില്ല. തൊട്ടടുത്ത ദിവസം വീണ്ടും കഅബയുടെ അടുക്കൽ കിടന്നുറങ്ങുമ്പോ യഹ്ഫിർ ബർറാ, അബ്ദുൽ മുത്തലിബേ നിങ്ങൾ ബർറ എന്ന കിണർ കുഴിക്കണേ. അബ്ദുൽ മുത്തലിബ് പിന്നെയും പേടിച്ചു പോയി. 3-ാമത്തെ ദിവസം കിടന്നുറങ്ങുമ്പോഴാണ് യഹ്ഫിർ മദ്നൂനാ, അബ്ദുൽ മുത്തലിബേ നിങ്ങൾ മദ്നൂന എന്ന കിണർ കുഴിക്കണേ. അന്നും അബ്ദുൽ മുത്തലിബ് പരിഭ്രമിച്ചു പോയി, ഒന്നും മനസ്സിലായില്ല. 4-ാമത്തെ ദിവസം കിടന്നുറങ്ങുമ്പോ അതാ സ്വപ്നത്തിൽ ഒരു അശരീരി കടന്നവരാണ്. യാ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബേ ഇഹ്ഫിർ മാ സംസം, അബ്ദുൽ മുത്തലിബേ നിങ്ങൾ സംസം കിണർ കുഴിക്കണം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പാരമ്പര്യത്തിന്റെ ഉറവ അത് അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ബഹുദൈവാരാധന വ്യാപകമായിരുന്നു. ആളുകൾ വഴിതെറ്റി ജീവിച്ചിരുന്നു. തോന്നിവാസവും അധാർമികതയും വ്യാപിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ അല്ലാഹു തആല സംസമിനെ ഉള്ളിലേക്ക് മടക്കി. ആ കിണർ ആരൊക്കെയോ മണ്ണിട്ട് മൂടിപ്പോയി. ഒരാളും ആ സംസം എവിടെയാണെന്നറിയില്ല. എല്ലാവർക്കും ചരിത്രമറിയാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ചിരുന്ന കഅബയുടെ അടുക്കൽ ഒരു കിണറുണ്ട് എന്ന് അറബികൾക്കൊക്കെ അറിയാം. ആ കിണർ എവിടെയാ? അതിലെ വെള്ളം എവിടെയാ? അതിലെ ജലം എവിടെ? അത് പാനം ചെയ്തവരെവിടെ? അതിൽ നിന്ന് പാനം ചെയ്യാനുള്ള വഴി എന്താണ്? ആർക്കും അറിയില്ല. ആ സമയത്താണ് നബി തങ്ങളുടെ വല്യാപ്പാക്ക് അല്ലാഹു സ്വപ്നം കാണിക്കുന്നത്. അബ്ദുൽ മുത്തലിബേ നിങ്ങൾ മാഉ സംസം കുടിക്കണം എന്ന്. ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? റസൂലുള്ള ജനിക്കുന്ന വർഷം അല്ലാഹു തആല ഹബീബായ നബി തങ്ങൾക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഒരുക്കാണ്. എന്താ സാഹചര്യം എന്ന് പറയുന്നത്? അബ്ദുൽ മുത്തലിബ് എന്നത് ഗോത്രത്തലവനായി മാറണം, ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാകണം. അബ്ദുൽ മുത്തലിബിന്റെ തറവാടിന് നാട്ടുകാർക്കിടയിൽ സ്വീകാര്യത ലഭിക്കണം. ഒരാളും ആ നാടിനെ, ആ കുടുംബത്തെ തള്ളി പറയാൻ പാടില്ല. അല്ലാഹു തആല ഒരുക്കുന്ന വഴിയാണ്. അബ്ദുൽ മുത്തലിബ് ഒരിക്കൽ കഅബയുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ ദുആ ചെയ്തു. അല്ലാഹ്, 3 കാര്യങ്ങൾ പടച്ചവനെ ഞാൻ നിന്നോട് ദ്വാരക്കാണ്. 1-ാമത്തെ കാര്യം, എനിക്ക് ഇന്ന് വരെ മക്കളായിട്ടില്ല. അബ്ദുൽ മുത്തലിബ് നല്ല ഒരു ബിസിനസ്മാനാണ്. അത്യാവശ്യം നല്ല ക്യാഷും സമ്പത്തൊക്കെ ഉള്ള ആ മക്കയിലെ പ്രമുഖനായ ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ മക്കളില്ലാതിരിക്കുക എന്ന് പറയുന്നത് വളരെ അദ്ദേഹത്തെ സംബന്ധിച്ചോളം മോശമായ ഒരു കാര്യമാണ്, ക്വാളിറ്റിയിൽ മോശ. അതുകൊണ്ട് തന്നെ അദ്ദേഹം കഅബയുടെ അടുക്കൽ വന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്തു, റബ്ബേ എനിക്ക് നീ മക്കളെ തരണം. തീർച്ചയാക്കിയതാണ്, പടച്ചോനെ നീ എനിക്ക് 10 മക്കളെ തന്നാൽ. അങ്ങനെ അവരൊക്കെ പ്രായപൂർത്തിയും പക്വതയും ഉള്ള ചെറുപ്പക്കാരായി മാറിയാൽ നദർതു ലക വാഹിദൻ മിൻഹും, അവരിൽ നിന്ന് ഒരാളെ ഞാൻ നിനക്ക് വേണ്ടി നേർച്ച ചെയ്യാം. അബ്ദുൽ മുത്തലിബ് നേർച്ചയാക്കി, എനിക്ക് 10 മക്കളുണ്ടായാൽ ഒരു മകനെ പടച്ചോനെ ഞാൻ നിനക്ക് വേണ്ടി അറുക്കാം. അബ്ദുൽ മുത്തലിബ് പഠിച്ച ദീനതാണ്. ഖുർആൻ വന്നിട്ടില്ലല്ലോ, ഹദീസ് വന്നിട്ടില്ലല്ലോ. പഴയ കാലത്തെ വേദഗ്രന്ഥങ്ങൾ പഠിച്ച വിവരേ അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹം പറഞ്ഞു, പടച്ചോനെ എനിക്ക് മക്കളില്ല, 10 മക്കളുണ്ടായ ഈ കഅബയുടെ ചാരത്ത് വെച്ചിട്ട് ഒരു മകനെ ഞാൻ നിനക്ക് അറുത്തു തരാം എന്ന് നേർച്ചയാക്കി. പിന്നെ 2-ാമത്തെ കാര്യം, എന്റെ കൈ കൊണ്ട് സംസം വെള്ളം കുടിക്കാൻ ഭാഗ്യമുണ്ടായാൽ, സംസം കിണർ കുടിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായാൽ, ഞാനും എൻ്റെ ഉപ്പാപ്പമാരുമൊക്കെ പറഞ്ഞു കേട്ട ഇസ്മായിൽ എന്ന മനുഷ്യന്റെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന പ്രവാചകന്റെ തിരുശേഷിപ്പായ സംസം കുടിക്കാൻ എനിക്ക് അവസരം ഉണ്ടായാൽ, അല്ലാഹുവേ ഞാൻ എൻ്റെ മോനെ നിനക്ക് വേണ്ടി അറുക്കാം. അള്ളാഹിനോട് നേർച്ചയാക്കിയതാണ്. അന്ന് രാത്രിയാണ് ഇഹ്ഫിർ ത്വയ്യിബ ഇഹ്ഫിർ ബർറ ഇഹ്ഫിർ മദ്നൂന ഇഹ്ഫിർ മാ സംസം. അബ്ദുൽ മുത്തലിബേ സംസം കിണർ കുഴിക്കണം എന്ന് പറഞ്ഞത്. അദ്ദേഹം അറബികളൊക്കെ വിളിച്ചു, അന്നത്തെ പ്രമുഖന്മാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, എനിക്ക് സ്ഥലം കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു.
അപ്പൊ അവര് ചോദിച്ചു എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ അവരുടെ നാഇല എന്ന് പറയുന്ന ആരാധിക്കപ്പെടുന്ന ഒരു ദൈവത്തിന്റെ അടുക്കലാണ്. അതുകൊണ്ട് തന്നെ അവര് സമ്മതിച്ചില്ല. അബ്ദുൽ മുത്തലിബ് ഏകനായിട്ട് ആ കിണർ കുടിച്ചു, വെള്ളം കിട്ടി, ആളുകൾ ഓടി വന്നു. അത്ഭുതകരമായി മാഉ സംസം. അതോടുകൂടെ കഅബയെ പരിപാലിക്കുക എന്ന ഉത്തരവാദിത്വം ഇനി അബ്ദുൽ മുത്തലിബിന്റേതാണ്. ആളുകൾ അത് അംഗീകരിച്ചു കൊടുക്കാണ്. ആ കുടുംബത്തിന് പ്രത്യേകമായ ഒരു പരിവേഷം കൈവരികയാണ്. ഞാൻ പറയുന്നത് മുഅ്മിനീങ്ങളെ, ഹബീബായ നബി തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു അങ്ങനെ ഒരു സൗകര്യം ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്താണ്? അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ നേർച്ചയാക്കിയിരുന്നു. നേരത്തെ 10 വർഷം മുമ്പ് തന്നെ നേർച്ചയാക്കിയിരുന്നു. അള്ളാഹ് എനിക്ക് 10 മക്കളുണ്ടായാൽ ഒരാളെ ഞാൻ അറുക്കാം. പിന്നെ തുടർച്ചയായി ഓരോ കൊല്ലവും അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ ഗർഭിണിയാവും. ഓരോ ആൺകുട്ടികൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്യും. 10 ആൺകുട്ടികളെ ആ ഭാര്യ പ്രസവിച്ചു. 10 മക്കളെ ആ ഭാര്യ പ്രസവിക്കുകയാണ്. അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ 10 മക്കൾക്ക് ജന്മം നൽകുകയാണ്. 10ാമത്തെ മകനും ജനിച്ചു. പിന്നെ അബ്ദുൽ മുത്തലിബിനെ പേടിയായി. റബ്ബേ, നേർച്ചയാക്കിയതൊക്കെ അവരിൽ ഇളയവനാണ് അബ്ദുല്ലാ. ആ മക്കളിൽ ഇളയവരിൽ ഒരാളാണ് അബ്ദുല്ലാ. പടച്ചവനെ, 10ാമത്തെയാൾ അബ്ദുള്ളയാണ്. അപ്പോൾ അറുത്തു കൊടുക്കപ്പെടേണ്ടി വരുന്നത് അബ്ദുള്ളയാകുമോ? എന്നാലോ അബ്ദുൽ മുത്തലിബിന് ഏറ്റവും ഇഷ്ടമാണ് അബ്ദുള്ളയോട്. ഇവിടെയും മഹാന്മാരായ സീറയുടെ ഇമാമിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അബ്ദുൽ മുത്തലിബിന്റെ 10 മക്കളിൽ ഒരാൾ ആരാ അറിയോ? അബൂലഹബ്. റസൂലുള്ളാന്റെ ഉപ്പയുടെ നേരെ ജ്യേഷ്ഠനാണ് അബൂലഹബ്. അബൂലഹബിന്റെ ശരിക്ക് പേരെന്താ? അബ്ദുൽ ഉസ്സ. അബ്ദുൽ ഉസ്സ, ഉസ്സയുടെ അടിമ. ലാത്ത, ഉസ്സ, മനാത്ത, ഉസ്സ എന്നുള്ള ഒരു ദൈവം അവർ ആരാധിച്ചിരുന്നു. ആ ഉസ്സയുടെ അടിമ അബ്ദുൽ ഉസ്സ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അബ്ദുൽ മുത്തലിബിന്റെ മനസ്സിൽ റസൂലുള്ളാന്റെ വാപ്പാക്ക് അബ്ദുല്ലാ എന്ന് പേരിട്ട് കൊടുക്കാൻ അള്ളാഹു തോന്നിപ്പിച്ചതല്ലേ? ഇല്ലെങ്കിൽ എന്തായിരിക്കും റസൂലുള്ളാന്റെ പേര് നമ്മൾ പറയാ? മുഹമ്മദ് ബിന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, റസൂലുള്ളാന്റെ പേരെങ്ങാനും മുഹമ്മദ് ബിൻ അബ്ദുൽ ഉസ്സ എന്ന് വന്നിരുന്നുവെങ്കിൽ എത്രമേൽ നമുക്കത് താങ്ങാൻ പ്രയാസാവുക. അവിടെ ഇമാമിങ്ങൾ പറയുന്ന കാര്യമാണത്. അബ്ദുല്ലാ അവിടെ പരിചയമില്ലാത്ത രൂപത്തിൽ അള്ളാന്റെ അടിമ എന്ന് പൊന്നുമോന് പേരിടിച്ചത് അബ്ദുൽ മുത്തലിബിനെ കൊണ്ട് അള്ള ചെയ്ത സുഹൃദാൻ. ഞാൻ പറയുന്നുണ്ട്, ഇനി പൊന്നും പേരക്കുട്ടിക്ക് പേരിടുന്ന വിവരവും വരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ അബ്ദുള്ള എന്ന മകനെ ഞാൻ അറുത്തു കൊടുക്കേണ്ടി വരുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. അബ്ദുള്ളക്ക് 18 വയസ്സ് പ്രായമായി. ശ്രദ്ധയോടുകൂടെ കേൾക്കണേ. അബ്ദുൽ മുത്തലിബ് നാട്ടിലെ പ്രമാണിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. നാട്ടുകാർ അംഗീകരിക്കുന്ന വ്യക്തിത്വമായി മാറി. ആ അബ്ദുൽ മുത്തലിബിന്റെ പൊന്നുമോൻ അബ്ദുള്ളക്ക് 18 വയസ്സായതോടുകൂടെ നേർച്ചയാക്കിയ കാര്യം സാധ്യമായി. അതെന്താണ്? ഒന്നാമത് എനിക്ക് 10 മക്കളുണ്ടായാൽ അവർ 10 പേരും നല്ലപോലെ റഷ്ദെത്തിയാൽ, പ്രായപൂർത്തിയെത്തിയാൽ, അവർക്ക് വകതിരിവും പക്വതയുമുള്ളവരായാൽ. പക്വത എന്ന് പറയാൻ ഒരു 18 വയസ്സ് പ്രായമായാൽ മതി. അബ്ദുള്ളക്ക് 18 വയസ്സായതോടുകൂടെ ആ നേർച്ചയും നടന്നു. മൂന്നാമത്തെ കാര്യം, എന്റെ കൈകൊണ്ട് സംസം കിണർ കുടിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായാൽ. മൂന്നാമത്തെ കാര്യം നടന്നു. ഇനി നടക്കേണ്ടത് എന്താ? 10 മക്കളിൽ ഒരാളെ അറുത്തു കൊടുക്കണം. എന്താ നിവൃത്തി? ഒരു നിവൃത്തിയില്ല. എന്ത് ചെയ്യുമെന്നറിയില്ല. അബ്ദുൽ മുത്തലിബ് മകന്റെ കൈയും പിടിച്ചു, അബ്ദുള്ളാന്റെ കൈ പിടിച്ച് അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഇതാണ് റസൂലുള്ള പറഞ്ഞത്, അറുക്കപ്പെടാൻ വിധിക്കപ്പെട്ട 2 ബാപ്പമാരുടെ മകനാണു ഞാൻ.